ഹായ് എവ്രിവൺ. സോ നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DMSൻ്റെ 2024 സ്കീമിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു മാർക്ക് കിട്ടാനെന്ന് വേണ്ടിയിട്ടാണ്. സോ ബിഫോർ ദി എക്സാമിനേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ടോപ്പിക്സ് മനസ്സിലാക്കണം. നമ്മൾക്ക് 2019 സ്കീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും 5 മോഡ്യൂളിലെ കുറേയൊക്കെ കണ്ടന്റ് അവർ 4 മോഡ്യൂളോട് ചുരുക്കമാണ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും 2019-2024 സ്കീമായിട്ടുള്ള സിലബസിന് വന്നിട്ടുള്ള കുറച്ച് അഡീഷണൽ ടോപ്പിക്സും വന്നിട്ടുണ്ട്, ഇൻഡക്ഷൻ പോലത്തെ ടോപ്പിക്കുകൾ. മോഡ്യൂൾ 1 റിലേഷന്, സെറ്റ്, ഫങ്ഷന് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ടൈപ്സ് ഓഫ് റിലേഷൻ അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഈക്വാലൻസ് റിലേഷനൊക്കെ പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. സെറ്റ് ഓപ്പറേഷൻസ്, ചിലപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ ഇപ്പം 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹൂ ഇസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, ഹൂ ഇസ് പ്ലേയിങ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെൻ ഡയഗ്രം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയന്, ഇൻ്റർസെക്ഷന് പോലത്തെ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഫങ്ഷൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് മോഡ്യൂൾ 1 നിന്നും. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് മോഡ്യൂൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. മോഡ്യൂൾ 2 വരുമ്പോഴത്തേനും പ്രപ്പോസിഷണൽ ലോജിക്ക്, പ്രെഡിക്കേറ്റ് ലോജിക്ക് പോലത്തേതാണ്. അതിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതാണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതോ പ്രൂവ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പം ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് പഠിക്കുക. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരും. അതിൻ്റെ കണക്റ്റീവ്സ്, അതായത് ഈ ആൻഡ്, ഓർ, നോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഈക്വിവാലൻസ്, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ കോൺവേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് കണ്ടുപിടിക്കുക എന്നീ കാര്യങ്ങളൊക്കെയും നമുക്ക് ചോദിക്കുമായിരിക്കും. അപ്പം അത് നോക്കി വെക്കുക. അപ്പം ചിലർക്കൊക്കെ ഈ പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് പോയിന്റ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് പ്രൂഫ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ്, ഇതാണ് ഇതിൻ്റെ പ്രെമിസ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ പല മെത്തേഡ്സ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് പ്രൂഫൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെയും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ക്വാണ്ടിഫയേഴ്സ്, പ്രെഡിക്കേറ്റിൻ്റെ ലോജിക്കും ക്വാണ്ടിഫയേഴ്സ്, അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും, Q എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് യൂസിങ് പ്രെഡിക്കേറ്റ്സ് ആൻഡ് സിമ്പിൾസ് നമുക്കത് എടുത്തെഴുതേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് മോഡ്യൂൾ 2 ബേസിക് കണ്ടന്റ് ഉള്ളത്. ഇതിലെ ട്രൂത്ത് ടേബിളും ഈക്വിവാലൻസസ്, പിന്നെ ക്വാണ്ടിഫയേഴ്സിൻ്റെ യൂസേജ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ, പ്രൂഫുകൾ, ഇതൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മോഡ്യൂൾ 2 മൊത്തം ഉണ്ടല്ലോ എന്നുള്ളത്. മോഡ്യൂൾ 2 മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഗെയിൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അത് 2019 സ്കീം ആയിരിക്കും അല്ലേ. നിങ്ങൾ 2024 സ്കീമിലെ ഫസ്റ്റ് ബാച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് അസ്യൂം ദാറ്റ് എല്ലാം നന്നായിട്ട് വരത്തുള്ളൂ എന്നുള്ളത്. മോഡ്യൂൾ 3 പറ്റി പറയുമ്പോഴത്തേനും ഇതിനകത്ത് നമുക്കൊരു അഡീഷണൽ ടോപ്പിക്ക് വരുന്നത് ഇൻഡക്ഷനാണ്. ഇപ്പോൾ ഇൻഡക്ഷൻ വരുമ്പോഴത്തേനും എങ്ങനെയാണ് ഇൻഡക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിക്കറൻസ് റിലേഷൻ ആൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ സൊല്യൂഷന് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് ഫസ്റ്റ് ഓർഡർ റിക്കറൻസ് റിലേഷനും ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റിക്കറൻസ് റിലേഷനും സോൾവ് ചെയ്യുന്നത്. രണ്ടും പഠിച്ചു വെച്ചില്ലെങ്കിലും ഐദർ റിക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഐ വുഡ് ആസ്ക് റിക്കറൻസ് റിലേഷൻ പഠിച്ചു വെക്കുക. ആ ഒരു ടോപ്പിക്ക് അത്യാവശ്യം വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് നമുക്ക് തള്ളാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. അതിൽ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ച് വെക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിൽ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സബ് ഗ്രൂപ്പ്സും ഹോമോമോർഫിസം ഗ്രൂപ്പിൻ്റേത്, ഇതൊക്കെ ഷുവറായിട്ട് കണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എഗെയിൻ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഇത് അതുപോലെ വരും നല്ല പറയുന്നത്. അപ്പോൾ പിന്നെ നാളെ ഇപ്പം അയ്യോ മിസ് പറഞ്ഞ ടോപ്പിക്ക് വന്നില്ലല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പാടില്ല. നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് ഇവിടെ അതിനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പോൾ ചോദിക്കുകയാണ് മിസ് ഏത് മോഡ്യൂൾസാണ് ഈസി. മോഡ്യൂൾ 1 ഈസിയാണ്. മോഡ്യൂൾ 4 നിങ്ങൾക്ക് തിയറി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. മോഡ്യൂൾ 2 എളുപ്പമാണ്. മോഡ്യൂൾ 3 ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. റിക്കൺസിലേഷനും ജനറേറ്റീവ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവാം. അപ്പം സ്കിപ്പ് ചെയ്യണം എന്നല്ല, നിങ്ങൾ അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് പഠിച്ചു പോവുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് മുൻപ് നിങ്ങൾ സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യണം. ദർ ആർ ഹൈ ചാൻസസ് ദാറ്റ് സാമ്പിൾ പേപ്പറിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസിലും സെയിം വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ആ ഒരു
പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ സോൾവ് ദ സാമ്പിൾ പേപ്പർ. എന്താണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കൂട്ടത്തോടിരുന്നാണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സോൾവ് ചെയ്ത് തീർക്കുക സാമ്പിൾ പേപ്പറിൽ. എക്സാമിനേഷൻ്റെ സമയത്ത് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസോടെ ആൻസർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ പാർട്ട് എ പാർട്ട് ബി എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണം. പാസ്സാവാനുള്ള കണ്ടൻറ്റ് കറക്റ്റ് എഴുതി വെച്ചേക്കരുത്. അതായത് ഇപ്പോൾ പാസ്സാവാനായിട്ട് നമുക്ക് 35 മാർക്ക് വേണമെന്ന് കരുതി 35 മാർക്കിനുള്ള സംഭവം മാത്രം എഴുതി വെച്ചുകൊണ്ട് വരരുത്. നമ്മളെപ്പോഴും ഒരു ബഫർ എടുക്കണം. ഇപ്പോൾ 35 പാസ് വേണമെങ്കിൽ ഒരു 50-60 സാധനം എഴുതി വെക്കണം. കാരണം അതിൽ നിന്ന് നമുക്ക് 35 കിട്ടാൻ പറ്റും. അല്ലെ അതിൽ കൂടുതലാണെങ്കിലും ഇപ്പോൾ ഒരു 80 എഴുതി വെച്ചോ. കൂടുതൽ മാർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഒരു 50-60 മിനിമം നിങ്ങൾ എയിം ചെയ്യണം. അല്ല കറക്റ്റ് 35 എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഡയഗ്രാംസ് ഒക്കെ വരുന്നത് നല്ല വൃത്തിക്ക് വരച്ച് വെക്കുക. അത്യാവശ്യം വലിപ്പത്തിൽ വരച്ച് വെക്കുക. ഒരു കോർണറിൽ ഇങ്ങനെ വരയ്ക്കാതെ അത്യാവശ്യം വലിപ്പത്തിൽ പിക്ചേഴ്സ് ഇമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരച്ച് വെക്കാം. പ്രൂഫ് തിയറും എസ്പെഷ്യലി മോഡ്യൂൾ 4 മോഡ്യൂൾ 4 മോഡ്യൂൾ 2 ആണ് പ്രൂഫും തിയറും വരുന്നത്. അപ്പോഴത്തേനും അത് ശരിക്കും മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഒരു സാധനം ഒരു ക്വസ്റ്റ്യനേലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റും. ലിറ്റിൽ ബിറ്റ് തള്ളാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഒരു അത്യാവശ്യം ഐഡിയ വേണം കേട്ടോ. ചുമ്മാ ഒരു ഐഡിയ ഇല്ലാണ്ടിരുന്ന് തള്ളി കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്നിട്ട് എഴുതുന്നതെന്ന്. ഇച്ചിരി ഐഡിയ വേണം, അത് വെച്ച് ബിൽഡ് ചെയ്യുക. പിന്നെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴത്തേനും ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം നമുക്കൊരു സൊല്യൂഷൻ, ഇപ്പോൾ എസ്പെഷ്യലി റിക്കറൻസ് റിലേറ്റഡ് സോൾവിങ് ഒക്കെ വരുമ്പോഴത്തേനും ഇനീഷ്യലായിട്ട് നമുക്ക് കൊടുത്തേക്കുന്ന കണ്ടീഷൻസ് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞേച്ച് അത് സോൾവ് ചെയ്യണം, പ്രോബ്ലം സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞേച്ച് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ആൻസറും കൂടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണം. ആൻസർ വരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ വരെ പറ്റുന്നു അത്ര എഴുതണം. കാരണം പ്രോബ്ലത്തിന് നമുക്ക് സ്റ്റെപ്പ് മാർക്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്നത്രയും നമ്മൾ ശ്രമിക്കാം കേട്ടോ. അപ്പം എന്താണേലും നമ്മളുടെ DMSൻ്റെ 2024 ബാച്ചിലെ ഫസ്റ്റ് എക്സാമിനേഷനാണ്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഞാൻ പറ്റുന്നത്ര ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വിഷിങ് യു ഓൾ ദി വെരി ബെസ്റ്റ്.